നമസ്കാരം. ലേൺ മലയാളം വിത്ത് ലവ് എന്ന മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വരാക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഓരോ അക്ഷരങ്ങളും അതിൻ്റെ ചിഹ്നവും വരുന്ന വാക്കുകളാണ് നമ്മൾ ക്ലാസ്സിൽ പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലുള്ള പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ വേണ്ട പോലെ ഉച്ചരിച്ച് എഴുതി പഠിക്കുക. നല്ല വൃത്തിയുള്ള കൈയക്ഷരം സ്വന്തമാക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ ഈ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം ചേർന്ന് വരുന്ന വാക്കുകളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓരോ വാക്കുകൾ ഉച്ചരിക്കുമ്പോഴും നമ്മളത് പിരിച്ചു വേണം വായിക്കാൻ. കിളി, കിളി. എന്താണ് വാക്ക്? കിളി. കിളി, കിളി. അടുത്തത് ചിരി, 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 ചിരി. തിരി, തിരി, തിരി. വിദ്യ, വിദ്യ, വിദ്യ. നദി, നദി, നദി. വഴി, വഴി, വഴി. ഗിരി, ഗിരി, ഗിരി. മഷി, മഷി, മഷി. പിതാവ്, പിതാവ്, പിതാവ്. കിണർ, 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 കിണർ. മിന്നൽ, മിന്നൽ, മിന്നൽ. ചിത്രം, ചിത്രം, ചിത്രം. നിഴൽ, നിഴൽ, നിഴൽ. വിമാനം, വിമാനം, വിമാനം. സിംഹം, സിംഹം, സിംഹം. പഠിത്തം, പഠിത്തം, പഠിത്തം. അത് പഠനമെന്നും പറയാം. അരിവാൾ, അരിവാൾ, അരിവാൾ. വിത്ത്, വിത്ത്, ഇത്ത. താഴെ കൂട്ടക്ഷരാണ് വിത്ത്. ശക്തി, ശക്തി, ശക്തി. നിറം, നിറം, നിറം. ഭക്തി, ഭക്തി, ഭക്തി. വിറക്, വിറക്, വിറക്. ജോലി, ജോലി, ജോലി. കവി, കവി, കവി. വിരൽ, വിരൽ, വിരൽ. ഇനി ഈ എന്ന സ്വരത്തിൻ്റെ ചിഹ്നമായ വള്ളി ദീർഘം ചേർന്ന് വരുന്ന വാക്കുകളാണ്. കീരി, കീരി, കീരി. ചീര, ചീര, ചീര. മീൻ, 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 മീൻ. തീവണ്ടി, തീവണ്ടി, തീവണ്ടി. വീണ, വീണ, വീണ. ജീവൻ, ജീവൻ, ജീവൻ. തീ, തീ. ചീപ്പ്, ചീപ്പ്, ചീപ്പ്. പീലി, പീലി, പീലി. നീല, നീല, നീല. വീട്, വീട്, വീട്. നീരാവി, നീരാവി, നീരാവി. കരിമീൻ, കരിമീൻ, കരിമീൻ. ചീത്ത, ചീത്ത. താഴെ കൂട്ടക്ഷരമാണ്. തീയതി, തീയതി, തീയതി. ധീരൻ, ധീരൻ, ധീരൻ. പീഠം, പീഠം, പീഠം. ബീൻസ്, ബീൻസ്, ബീൻസ്. മടിശീല, മടിശീല, മടിശീല. ശീതളം, ശീതളം, ശീതളം. സീത, സീത, സീത. കുപ്പി, കുപ്പി, ഇപ്പ. പാടെ കൂട്ടക്ഷരമാണ്. കുപ്പി. നീതി, നീതി, നീതി. വീര്യം, വീര്യം. രായുടെ കൂടെ യാ എന്ന അക്ഷരത്തിൻ്റെ സ്വരചിഹ്നമാണ്. അവസാന വാക്ക് ശീലം. ഇനി നമ്മൾ പഠിച്ചത് ഈ എന്നീ രണ്ട് അക്ഷരങ്ങൾ അതിൻ്റെ സ്വരചിഹ്നങ്ങൾ ചേർന്ന് വരുന്ന വാക്കുകളാണ്. നിങ്ങൾക്ക് ഇതിലേറെ വാക്കുകൾ അറിയാമായിരിക്കും. ഓരോ അക്ഷരങ്ങൾ എഴുതി അതിന് താഴെ നിങ്ങൾക്കറിയാവുന്ന ഈ എന്ന അക്ഷരത്തിൻ്റെ സ്വരചിഹ്നം ചേർന്ന് വരുന്ന വാക്കുകളും ഈ എന്ന ദീർഘാക്ഷരം വരുന്ന ഈയുടെ വാക്കുകളും എഴുതി നോക്കുക. എത്ര വാക്കുകൾ നിങ്ങൾക്ക് കണ്ടെത്തി
എഴുതാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ ടാസ്ക്. അതുതന്നെയാണ് ഇന്നത്തെ ഹോംവർക്ക്. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. എല്ലാവരും മലയാളം വളരെ വ്യക്തമായും ശുദ്ധമായും ഭംഗിയായും എഴുതാനും വായിക്കാനും പഠിക്കണം. അതാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. എൻ്റെ കൂടെ കൂടുമല്ലോ. ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം.